ഹായ് ഓൾ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന RRB ALPയുടെ 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 15/5/2026 ആണ്. അതായത് നാളെ മുതൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 14/6/2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 16/6/2026 ആണ്. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഫീ പേയ്മെന്റും കൂടി കംപ്ലീറ്റ് ആക്കിയെങ്കിലേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീ പേയ്മെന്റ് പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അപ്പോൾ തന്നെ ഫീ പേയ്മെന്റ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നീട് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 17/6/2026 മുതൽ 26/6/2026 വരെയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ലെവൽ 2 പോസ്റ്റ് ആണ്. 19,900 ആണ് ഇതിന്റെ ഇനിഷ്യൽ പേ വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A1 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. പിന്നീട് ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് 11,127 വേക്കൻസീസുമായിട്ടാണ് ഇത്തവണ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത്രയധികം വേക്കൻസീസുമായിട്ട് റെയിൽവേയിൽ നല്ലൊരു ജോബിനുള്ള അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ITI, ഡിപ്ലോമ, BTech കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ CBT 1 ഉണ്ട്, അതേപോലെ CBT 2 ഉണ്ട്, പിന്നീട് CBAT എക്സാം ഉണ്ട്, പിന്നെ മെഡിക്കൽ ഉണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. പിന്നീട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് ലിമിറ്റ് പറഞ്ഞത്. അപ്പോൾ ഏജ് ലിമിറ്റ് 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. നമുക്ക് UR കാറ്റഗറിക്ക് 2796 മുതലും OBC ആണെങ്കിൽ 2793 തൊട്ടും അതേപോലെ SC ST ആണെങ്കിൽ 2791 വരെയുമുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് OBCക്ക് 3 വർഷത്തെ ഇളവുണ്ട്, SC STക്ക് 5 വർഷത്തെയും ഇളവുണ്ട്. അപ്പോൾ 18 തൊട്ട് 30 എന്നുള്ളത് ജനറൽ ഏജ് ലിമിറ്റ് ആണ്. പിന്നീട് ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൺ വൈസ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സോണിലെ നമ്മളുടെ നിയർ ബൈ ആയിട്ടുള്ള സോണിന്റെ വേക്കൻസീസ് പറയുവാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം സോണിൽ ടോട്ടൽ 64 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ സോണിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 200 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതേപോലെ ചെന്നൈ സോണിൽ വന്നിരിക്കുന്നത് 186 വേക്കൻസീസ് ആണ്. അങ്ങനെ ടോട്ടൽ എല്ലാ സോണുകളിലോടും കൂടിയാണ് 11,127 വേക്കൻസീസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ സോൺ ചൂസ് ചെയ്ത് വേക്കൻസീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മുടെ RRB ALP 2026 ബാച്ചസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.